ഞാൻ വാഴച്ചെടികൾ വാങ്ങുമ്പോൾ അവയ്ക്ക് 3 മാസം പ്രായമായിരുന്നു. അതിനു മുമ്പുള്ള ആദ്യത്തെ 3 മാസങ്ങളിൽ വളർച്ച വളരെ കുറവായിരുന്നു. എന്നിരുന്നാലും 4-ാം മാസത്തിൽ വളപ്രയോഗം നടത്തിയ ശേഷം സസ്യങ്ങൾ സമൃദ്ധവും പച്ചപ്പു നിറഞ്ഞതുമായി വളർന്നു മനോഹരമായ രൂപം കൈവരിച്ചു. 2 മാസത്തേക്ക് ഞാൻ അഭിമാൻ എന്ന ഉൽപ്പന്നം ഉപയോഗിച്ചു. 5-ാം മാസത്തിൽ തണ്ടിന്റെ വളർച്ചയും ചുറ്റളവും വർദ്ധിപ്പിക്കുന്നതിന് ഞാൻ ഓർബിക്സ് ഉപയോഗിക്കാൻ തുടങ്ങി. തഫലമായി സസ്യങ്ങൾക്ക് തിളക്കമുള്ള പച്ച നിറം ലഭിച്ചു. അവയുടെ തണ്ടുകൾ ഗണ്യമായി കട്ടിയുള്ളതായി. 3 വർഷമായി ഞാൻ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു. ഞാൻ APKS ഓർഗാനിക്സിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ മാത്രം ആശ്രയിക്കുന്നു. ഞാൻ മറ്റ് രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കുന്നില്ല. പഴത്തിന്റെ വികസനം മികച്ചതായിരുന്നു. വാഴപ്പഴം തടിച്ചതും കാഴ്ചയിൽ ആകർഷകവുമായതിനാൽ ഉപഭോക്താക്കൾ അവ വാങ്ങാൻ ഉത്സുകരായിരുന്നു. എന്റെ പേര് ജോൺ ജബരാജ്. ഞാൻ തൂത്തുക്കുടി ജില്ലക്കാരനാണ്. കഴിഞ്ഞ 4 വർഷമായി ഞാൻ വാഴകൃഷിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ പ്രദേശത്ത് നാടൻ പൂവൻ ഇനങ്ങളാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. ഈ വർഷം ഞാൻ ആദ്യമായി നേന്ത്രൻ ഇനം കൃഷി ചെയ്യാൻ തുടങ്ങി. കൂടാതെ എന്റെ വഴുതന വിളകളിൽ ഞാൻ ഇതേ ഉൽപ്പന്നങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. നേന്ത്രൻ ഇനത്തിന്റെ 1000 തൈകളും പൂവൻ ഇനത്തിന്റെ 500 തൈകളും ഞാൻ നട്ടുപിടിപ്പിച്ചു. ശക്തമായ വേരുകളുടെ വളർച്ചയും തണ്ടിന്റെ ചുറ്റളവും വർദ്ധിപ്പിക്കുന്നതിന് 2 ഇനങ്ങൾക്കും ഞാൻ 30 ദിവസത്തിലൊരിക്കൽ വളം പ്രയോഗിക്കുന്നു. ഞാൻ ഉൽപ്പന്നം 100 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഓരോ വാഴച്ചെടിയുടെയും ചുവട്ടിൽ ഈ ലായനിയുടെ 1 ലിറ്റർ ഒഴിക്കുന്നു. എന്റെ കൃഷി ആവശ്യങ്ങൾക്കായി ഞാൻ പൂർണ്ണമായും APKS ഓർഗാനിക്സ് ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്നു. ഇതിനുമുമ്പ് ഞാൻ പ്രധാനമായും രാസവളങ്ങൾ ഉപയോഗിച്ചിരുന്നു. പിന്നീട് യൂട്യൂബ് വഴി അവരുടെ കോണ്ടാക്ട് വിവരങ്ങൾ ഞാൻ നേടി. അവരെ സമീപിച്ചു. അവരുടെ വിദഗ്ധ ഉപദേശം തേടി. വിളകൾ ലഭിച്ചപ്പോൾ വാഴച്ചെടികൾക്ക് 3 മാസം പ്രായമായിരുന്നു. 4-ാം മാസം മുതൽ മാത്രമാണ് ഞാൻ വളങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങിയത്. അതിനുമുമ്പ് അവയുടെ വളർച്ച മുരടിച്ചിരുന്നു. എന്നിരുന്നാലും 4-ാം മാസത്തിൽ ഞാൻ വളം പ്രയോഗിച്ചയുടനെ സസ്യങ്ങൾ ശക്തമായി വളരാൻ തുടങ്ങി പച്ചപ്പായി മാറി. 2 മാസത്തേക്ക് ഞാൻ അഭിമാൻ എന്ന ഉൽപ്പന്നം ഉപയോഗിച്ചു. 5-ാം മാസത്തിൽ തണ്ട് വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഞാൻ ഓർബിക്സ് ഉപയോഗിക്കുന്നതിലേക്ക് മാറി. തഫലമായി തണ്ടുകളുടെ ചുറ്റളവും ഇലകളുടെ സമൃദ്ധിയും ഗണ്യമായി വർദ്ധിച്ചു. എന്റെ പൂവൻ വാഴ ഇനത്തിൽ ഞാൻ അഭിമാൻ, ഓർബിക്സ് എന്നിവ പ്രയോഗിച്ചു. തുടർന്ന് ഞാൻ FL77 എന്ന ഉൽപ്പന്നവും ഉപയോഗിക്കാൻ തുടങ്ങി. വാഴപ്പഴങ്ങൾ വിരിഞ്ഞുകഴിഞ്ഞാൽ പൂക്കൾ കൊഴിഞ്ഞുപോകുന്നത് തടയാൻ ഞാൻ FL77 പ്രയോഗിച്ചു. ഇത് വാഴക്കുലയുടെ വളർച്ച വർദ്ധിപ്പിക്കുകയും വ്യക്തിഗത പഴങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തു. പഴങ്ങളുടെ എണ്ണം കൂടുതലായിരുന്നതിനാൽ ഞാൻ 2 റൗണ്ട് സ്പ്രേ ചെയ്തു. തൽഫലമായി പഴങ്ങൾ വൃത്താകൃതിയിലുള്ളതും തടിച്ചതുമായ ഒരു രൂപം നേടി. അവ വളരെ പുതുമയുള്ളതും ആകർഷകവുമായി കാണപ്പെട്ടതിനാൽ ഉപഭോക്താക്കൾ അവ വാങ്ങാൻ ഉത്സുകരായിരുന്നു. വിപണിയിൽ സാധാരണയായി ഒരു വാഴപ്പഴത്തിന് 3 രൂപയ്ക്ക് വിൽക്കുന്നുണ്ടെങ്കിലും ഒരു പഴത്തിന് 5 രൂപ വരെ വില നേടാൻ എനിക്ക് കഴിഞ്ഞു. 3 വർഷമായി ഞാൻ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു. ഞാൻ പ്രധാനമായും APKS ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്നു. മറ്റ് രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. എന്റെ 4-ാമത്തെ കൃഷിചക്രത്തിൽ പോലും പഴങ്ങളുടെ വികസനം ശ്രദ്ധേയവും വ്യത്യസ്തവുമായി തുടരുന്നു. ഉപഭോക്താക്കൾ ഈ ഉൽപ്പന്നം പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് തുടരുന്നു. വാഴക്കുലകളുടെ നീളം ശ്രദ്ധേയമാണ്. കൂടാതെ വ്യക്തിഗത പഴങ്ങൾ നീളത്തിലും തടിച്ചതുമായി വളരുന്നു.